സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിന്റെ കണ്ണിയായി എസ്എഫ്ഐ മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. എസ്എഫ്ഐ വിദ്യാർത്ഥികളെ കയറൂരി വിട്ടിരിക്കുകയാണ്. ഇതുവഴി പുതിയ തലമുറയെ ക്രിമിനലുകളാക്കി മാറ്റുകയാണ് സിപിഎം. എല്ലാ സാമൂഹിക വിരുദ്ധ പ്രവർത്തികളുടെയും പിറകിൽ എസ്എഫ്ഐ ആണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റിയിലും എറണാകുളം ബാർ അസോസിയേഷൻ പരിപാടിയിലും എസ്എഫ്ഐ അതിക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ സംസാരിക്കുകയായിരുന്നു വി.ഡി. സതീശൻ. കേരളത്തിൽ സാമൂഹിക വിരുദ്ധ പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ് ഇവർ. സിപിഎം നേതൃത്വം ഇടപെട്ട് ഈ സംഘടന പിരിച്ചുവിടണം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുറത്തേക്ക് വന്ന പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള KSU വിദ്യാർത്ഥികളെ പിറകിൽ വന്ന് അടിച്ചു. രക്ഷിക്കാനെത്തിയ പോലീസിനെയും തല്ലി. അത് കഴിഞ്ഞ് രാത്രി എറണാകുളം ജില്ലാ ബാർ അസോസിയേഷന്റെ വാർഷികാഘോഷ പരിപാടിയിലും അതിക്രമിച്ചു കയറി. അവിടെ കയറി സംഘം അവർക്കായൊരുക്കിയിരുന്ന ഭക്ഷണമെടുത്ത് കഴിച്ചു. സ്ത്രീകളെ അധിക്ഷേപിച്ചു. കൂട്ടയടിയിൽ 10ഓളം പേർ ആശുപത്രിയിലാണ്. രാഷ്ട്രീയ സംഘർഷമല്ല ഇത്. ബാർ അസോസിയേഷന്റെ വാർഷികാഘോഷം നടക്കുന്നിടത്തേക്ക് ഇരച്ചുകയറി അവിടുത്തെ മ്യൂസിക് പരിപാടിയിൽ ഡാൻസ് ചെയ്തതും ബഹളമുണ്ടാക്കിയും പ്രശ്നങ്ങളുണ്ടാക്കി. ഇത് ബാർ അസോസിയേഷനുകാർ ചോദ്യം ചെയ്തത് സംഘർഷത്തിൽ കലാശിച്ചു. പരിക്കേറ്റ് ആശുപത്രിയിലായവരിൽ സിപിഎം അനുകൂല സംഘടനയായ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ പ്രവർത്തകരുമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കോളേജുകളിൽ മയക്കുമരുന്ന് കേസുകളിൽ പിടിച്ചാലും റാഗിംഗ് കേസുകളിൽ പിടിച്ചാലും അതിലെല്ലാം SFIക്കാരുണ്ട്. എല്ലാ സാമൂഹിക വിരുദ്ധ പ്രവൃത്തികളുടെയും പിറകിൽ SFI വിദ്യാർത്ഥികളാണ്. ഇവരെ കയറൂരി വിട്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിന്റെ കണ്ണികൾ കൂടിയായി ഇവർ മാറിയിരിക്കുന്നു. പുതിയ തലമുറയെ ക്രിമിനലുകളാക്കി മാറ്റുകയാണ് CPM എന്നും സതീശൻ പറഞ്ഞു. മദ്യനയത്തിന്റെ വിഷയം പറഞ്ഞത് ലഹരി മരുന്നിനെതിരായിട്ട് അതിശക്തമായ പോരാട്ടം തുടങ്ങും എന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. മുഖ്യമന്ത്രി നേരെ പോയി ക്യാബിനറ്റിൽ പോയി 1-ാം തീയതി കൂടി മദ്യം വിളമ്പാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുന്നത്. എന്തൊരു കാപഢ്യമാണ് കാണിക്കുന്നത്, എന്തൊരു കാപഢ്യമാണ് കാണിക്കുന്നത്. 1-ാം തീയതി കൂടി മദ്യം വിളമ്പാൻ വേണ്ടി തീരുമാനം എടുക്കുക, നേരെ പോയി ലഹരിക്കെതിരായിട്ട് ആഞ്ഞടിക്കുക, പത്രസമ്മേളനം നടത്തി ആഞ്ഞടിക്കുക. ഇനി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം എന്ന് പറയാം. എന്നിട്ട് നേരെ പോയി ക്യാബിനറ്റിൽ പോയി 1-ാം തീയതി അവധിയായിരുന്നു, അതുകൂടി തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുക. ബ്രൂവറി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുക. എക്സൈസ് മന്ത്രി ജവാനെ കൂടി പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയാം. കള്ളിന്റെ ഒപ്പം ജവാനെയും കൂടി പ്രോത്സാഹിപ്പിക്കും. ജവാനാരാ പറയണ്ടല്ലോ, മറ്റേ ജവാനല്ല. ഞാനിനി ജവാന്മാരെ അവമാനിച്ചെന്ന് പറയും. ജവാൻ ബ്രാൻഡ് ജവാനെ കൂടി പ്രോത്സാഹിപ്പിക്കുമെന്ന് പറയാം. എന്തൊരു കാപഢ്യമാണ് ഈ സർക്കാരിന്റെ, കാപഢ്യമാണ്.